ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡിൽ ക്യാമ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ക്യാമ്പിംഗ് കണ്ടില്ലേ. ഈ ഒരു ക്ഷേത്രത്തിനകത്തുള്ള വീഡിയോസ് അലൗഡ് അല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതാ ഈ കാണുന്നതാണ് ശ്രീ വേണുഗോപാല സ്വാമി ക്ഷേത്രത്തിന് മുമ്പിലുള്ള ഒരു ചാരിറ്റ്, സ്റ്റോൺ ചാരിറ്റ് ആണിത്. ഹായ് ഫ്രണ്ട്സ്, ട്രാവലർ സെർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വെച്ചാൽ ഒരു പുതിയ സ്ഥലത്തെ പറ്റിയാണ്. മൈസൂർ എല്ലാവരും ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് കണക്കാക്കുന്നു. അതുമാത്രമല്ല ഒരുപാട് പേര് വന്നു പോകുന്നൊരു സ്ഥലമാണ്, പ്രത്യേകിച്ച് ഇവിടുത്തെ വൃന്ദാവൻ ഗാർഡൻ. പക്ഷേ വൃന്ദാവൻ ഗാർഡൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഈ ബാക്കിൽ കാണുന്നത് കാവേരി നദിയാണ്. ഈ കാവേരി നദിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അല്ലെങ്കിൽ ഒരു സൈഡിലായിട്ടുള്ളൊരു ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് വളരെ മനോഹരമായത് ഈ കാണുന്നൊരു ക്ഷേത്രമാണ്. അപ്പം ഇതിനുള്ളിൽ എങ്ങനെയാണെന്നുള്ളത് ഞാനും നിങ്ങളെപ്പോലെ ഇപ്പോൾ കാണാൻ പോകുന്നുള്ളൂ. അപ്പം എന്തൊക്കെയാണെങ്കിലും വിശേഷങ്ങൾ അറിയാം. ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം മൈസൂർ വരുന്നവർക്ക് തീർച്ചയായിട്ടും വന്ന് കണ്ട് ആഘോഷിച്ച് പോകാവുന്നൊരു സമയമാണ്. അതുമാത്രമല്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തേക്ക് വൈകുന്നേരം വരാനാണ്. കാരണം നിങ്ങൾക്ക് അവിടെ താഴെ കാണാൻ പറ്റുമെന്നറിയില്ല, അവിടെയായിട്ട് ഈ ഒരു കാവേരി റിവറിൻ്റെ സൈഡിലായിട്ട് കുറേ വാഹനങ്ങൾ ക്യാമ്പിങ് പോലെ വന്ന് പാർക്ക് ചെയ്യുന്നൊരു സ്പോട്ടും കൂടിയാണ്. അപ്പോൾ ക്യാമ്പിങ്ങിനുള്ള താല്പര്യമുള്ളവർക്കും ഇവിടെ തീർച്ചയായും വരാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലത്തെ പറ്റിയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരുപാട് വിശേഷങ്ങൾ അറിയാൻ പറ്റും. അതിനിപ്പോൾ പറയുകയാണെങ്കിൽ ആ ഒരു സൈഡിലാണ് കാവേരി റിവറിൽ. അത് മാത്രം നമുക്ക് വളരെ വിശാലമായൊരു പാർക്കിംഗ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തത്തെ വിശാലമായ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഭാഗത്തായിട്ട് എൻട്രൻസ് കാണാം. പിന്നെ എൻട്രൻസിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നമുക്ക് ആ ഒരു ലേക്കിൻ്റെ സൈഡിലേക്കും കൂടെ പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് വെച്ചാൽ വൈകുന്നേരം 5:45. അതുകൊണ്ട് തന്നെ വെയിലൊന്നും, ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് അടിപൊളി സമയമാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാൻ. ഇപ്പം ഞാൻ ഇത്രയും തിരക്കുണ്ടാകുന്ന പ്രതീക്ഷിച്ചില്ല. ഇപ്പം ഒരുപാട് റീൽസും കാര്യങ്ങളെല്ലാം വന്നിട്ട് ഈ ഒരു സ്ഥലത്തെ പറ്റി ഒരുപാട് പേര് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തിരക്കും കൂടിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ കൂടെ പോകുമ്പം പ്രത്യേകതരം അമ്പലം പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മെയിൻ എൻട്രൻസ് പോയിട്ട് എന്തൊക്കെയാണ് കാഴ്ചകളും വിശേഷങ്ങളും അറിയാം. നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് കാർ പാർക്ക് ചെയ്ത് ഫുൾ ഇവിടം വരെ വന്നത്. ഈ ഒരു സൈഡിൽ വന്ന സമയത്ത് ഇതാണ് ഈ കാണുന്നതാണ് എൻട്രൻസ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് വേണുഗോപാല സ്വാമി ടെമ്പിൾ എന്നാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അപ്പം ആ ഒരു ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കാവേരി നദി കാണാം. ഇത് ആക്ച്വലി ഒരു ഡാം പോലെ പണിതിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് വൃന്ദാവൻ ഗാർഡൻ ഉള്ളത്. ഇപ്പോൾ വൃന്ദാവൻ ഗാർഡൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു വേണുഗോപാല സ്വാമി എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഉള്ളത്. ഇത്രയും മനോഹരമായ ക്ഷേത്രം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോസ് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓരോ മുക്കിലും മൂലയിലും ഓരോരുത്തരായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഈ വീഡിയോ എടുക്കുന്നതും അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കുന്നതൊക്കെ നിർത്താൻ. ഇത്രയും മനോഹരമായ സ്ഥലത്തേക്ക് ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പുറത്തോട്ട് പ്രൊമോട്ട് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണെന്ന് ശരിക്കും വേണമെങ്കിൽ പറയാം. ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഐഡൽസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിമനോഹരമായൊരു ക്ഷേത്രം. ഇപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഒരു സൈഡിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ലേക്ക് വരണ്ടതാണെന്ന് തന്നെ പറയേണ്ടി വരും. അത്രത്തോളം. കാരണം ഈ ഒരു സൈഡിൽ മാത്രമാണ് വെള്ളം. പക്ഷേ വെള്ളക്കുറവൊന്നുമില്ല, ഒരുപാട് വെള്ളം ആ ഒരു സൈഡിലൊക്കെ ഉണ്ട്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ ലേക്കാണ്, ഇതിൻ്റെ ബാക്ക് സൈഡിലും ലേക്കാണ്. അപ്പം ഇതിൻ്റെ ഒരു 3 സൈഡ് ശരിക്കും പറഞ്ഞാൽ ലേക്ക് കൊണ്ട് ചുറ്റപ്പെട്ടതാണെന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ അത്രയും മനോഹരമായ അതിമനോഹരമായ ഒരു സ്ഥലം എന്ന് തന്നെ പറയാം. തീർച്ചയായും മൈസൂർ വരുന്നവർ ഈ ഒരു സ്ഥലം വന്ന് കാണേണ്ടത് തന്നെയാണെന്ന് തന്നെ പറയാതിരിക്കാൻ പറയാം. മൈസൂരിലുള്ള ഇപ്പം ശരിക്കും ഇപ്പോഴത്തെ ഈ ഒരു ആൾക്കൂട്ടം കണ്ടു കഴിഞ്ഞാൽ മൈസൂരിലുള്ള വളരെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നായി ഇത് മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അത്രത്തോളം പോപ്പുലാരിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലത്തിന്. ഈ ഒരു ക്ഷേത്രത്തിനകത്തുള്ള വീഡിയോസ് അലൗഡ് അല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ കാണുന്നതാണ് ശ്രീ വേണുഗോപാല സ്വാമി ക്ഷേത്രത്തിന് മുമ്പിലുള്ള ഒരു ചാരിറ്റ്, സ്റ്റോൺ ചാരിറ്റാണിത്. അപ്പോൾ അതിമനോഹരമായൊരു സ്റ്റോൺ ചാരിറ്റാണ്. ഇപ്പോൾ ബാക്ക് സൈഡിൽ നമുക്ക് ക്ലൗഡ്സ് കാണുമ്പോൾ ഏകദേശം മനസ്സിലാക്കാം മഴ വരാനായി എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ അതിമനോഹരമായൊരു കൺസ്ട്രക്ഷൻ നടത്തുക. ഇതേപോലെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ എന്ത് പറയാനാണ്, ഉള്ളിൽ വീഡിയോസ് അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും കാര്യമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. കാര്യമായിട്ടുള്ള ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ ഒരു അതിമനോഹരമായ സ്ഥലത്ത് വൈകുന്നേരങ്ങളിൽ വന്ന് നിങ്ങളുടെ വിലപ്പെട്ട സമയം ആസ്വദിക്കാൻ പറ്റിയ എന്തുകൊണ്ടും ഐഡിയലായിട്ടുള്ളൊരു സ്ഥലമാണത്. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു കാവേരി ലേക്കിൻ്റെ ഒരു ഭാഗം കാണാം. പിന്നെ ആ ഒരു സൈഡിലായിട്ട് നമുക്ക് കാവേരി ലേക്കിന് മറ്റൊരു ഭാഗം കൂടെ കാണാം. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് മൈസൂർ ക്യാമ്പിങ് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ശ്രീ വേണുഗോപാല സ്വാമി എന്ന് പറഞ്ഞ ക്ഷേത്രമാണിത്. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലും ക്യാമ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ക്യാമ്പിംഗ് കണ്ടല്ലേ. അപ്പം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു സൈഡിലും ക്യാമ്പിംഗ് ഉണ്ട്. അത് മാത്രമല്ല ഇവിടെയും ക്യാമ്പിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പേര് അവിടെ കാറ് നിർത്തിയിട്ട് ഈ ഒരു ലേക്കിൻ്റെ സൈഡിലായിട്ട് കാറ് പാർക്ക് ചെയ്തിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാണാം. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ഇതിന് ഐഡിയലായിട്ടുള്ള സമയം തന്നെ പറയണം. ഇതിലേക്കാണ് നമ്മുടെ ഈ ശ്രീ വേണുഗോപാല സ്വാമി. മൈസൂർ വരുന്നവർ ഈ ഒരു ക്ഷേത്രം മാക്സിമം കാണാൻ ശ്രമിക്കുക. ഉള്ളിലെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, വലിയ സങ്കടമുണ്ട്. കാരണം അത്രയും മനോഹരമായ കാഴ്ചയാണ് ഉള്ളിലുള്ളത്. തീർച്ചയായും നിങ്ങൾ വന്ന് കണ്ട് ആസ്വദിക്കുക. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ വരാൻ ശ്രമിക്കുക. വൈകുന്നേരം 5 മണി സമയത്തൊക്കെ വരാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായും അതിമനോഹരമായി ഒരു മഴ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ ക്ലാസ്സാണ്. ഈ ഒരു സ്പോട്ടിലാണ് അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ നല്ല മനോഹരമായിട്ട് കാണാനും കൂടെ പറ്റും അല്ലേ. ഫുള്ള് ക്ലൗഡി ആയിട്ട് നമുക്ക് ഈ ഒരു സൈഡ് കാണാം. പിന്നെ ലേക്കിന് ഫുള്ള് ക്ലൗഡ് ഇപ്പം തന്നെയായി. ഈ ഒരു സൈഡിൽ നമുക്ക് ഈ ഒരു ക്ഷേത്രം കൂടെ കാണാം.